ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. CSEB കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് 20 മാർക്കിന് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആസ്പെക്ട്സിനകത്ത് നമുക്ക് കോസ്റ്റിംഗ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ട്സി ഉണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു ടോപ്പിക്കാണ് ഈ 20 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ 20 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടേമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ആ ക്ലാസ്സിലേക്കൊന്ന് കടക്കാം. അപ്പോൾ കോസ്റ്റിംഗ് നമുക്ക് ആദ്യം ആരംഭിക്കാം. എന്താണ് കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻകർ ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻകർ ചെയ്യുന്ന ടോട്ടൽ ഓഫ് എക്സ്പെൻസിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് കോസ്റ്റിംഗ് എന്നാണ്. So costing is the technique of ascertaining the cost of a product or rendering a service. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സേവനം കാഴ്ചവെക്കുന്ന സമയത്ത് അതിനകത്ത് എന്തുമാത്രം കോസ്റ്റ് ആയിട്ടുണ്ടോ ആ കോസ്റ്റിനെ നമുക്ക് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് കോസ്റ്റിംഗ് എന്നാണ്. അപ്പം എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് ചോദിച്ചാൽ, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസിന് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻകർ ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻസിനെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനത്തിന് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നും, അങ്ങനെ ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടൻസി എന്നാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ദ അക്കൗണ്ടിംഗ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ by applying the cost accounting principles and method for controlling the cost and ascertaining the profitability. അപ്പോൾ ഒരു പ്രോഡക്റ്റിനകത്ത് എന്തുമാത്രം കോസ്റ്റ് ആവും, അതിനകത്ത് എന്തുമാത്രം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടൻസി എന്നാണ്. അപ്പോൾ ഇതാണ് ആ ടേമുകൾ: കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആ ടേമുകൾ ഇതാണ്. ഇങ്ങനെ നമ്മൾ ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കേസ് കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ, കോസ്റ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് കോസ്റ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ്. സോ കോസ്റ്റ് എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് predetermining the cost of a product to be manufactured or services to be rendered. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സർവീസസ് റെൻഡർ ചെയ്യാൻ ചെയ്യുന്ന സമയത്തേക്കോ അതിനകത്ത് എന്തുമാത്രം കോസ്റ്റ് ആവുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന കണ്ടുപിടിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർട്ടൈൻമെന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് അസർട്ടൈൻമെന്റ് റെഫേഴ്സ് ടു ദ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനകത്ത് കോസ്റ്റ് എത്ര ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്നാണ്. അപ്പൊ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് മുൻപേ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നും, അങ്ങനെ ഉണ്ടായ കോസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടെക്നിക്സിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്നാണ്. ഇനി നമുക്ക് എന്താണ് ഈ കോസ്റ്റ് കൺട്രോൾ എന്ന് ചോദിച്ചാലോ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. സോ കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് ദ വേസ്റ്റേജ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. ഇപ്പൊ മെറ്റീരിയലിനകത്തും ലേബറിനകത്തും അതുപോലെ എക്സ്പെൻസിനകത്തും വേസ്റ്റേജിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഓർ സർവീസസ് റെൻഡേഡ്, സോ വിത്തൌട്ട് അഫക്റ്റിംഗ് ദർ ക്വാളിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ ക്വാളിറ്റിയോ സ്യൂട്ടബിലിറ്റിയോ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ പെർമനന്റ് ആയിട്ട് കോസ്റ്റ് പെർ യൂണിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് റിഡക്ഷൻ എന്നാണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ,
Cost control is the process of controlling the cost by eliminating waste of cost of material, cost of labor and other expense. മെറ്റീരിയലിന്റെയും ലേബറിന്റെയും ആ എക്സ്പെൻസിനകത്തും അതുപോലെ തന്നെ വേസ്റ്റേജിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്സിനെ കോസ്റ്റ് കൺട്രോൾ എന്നും, എന്നാൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സൂട്ടബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ റിയൽ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള റിഡക്ഷനെ വിളിക്കുന്ന പേര് കോസ്റ്റ് റിഡക്ഷൻ എന്നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ കോസ്റ്റ് കോൺസെപ്റ്റിനെ കുറിച്ചൊന്ന് അറിയണം. എന്താ ഈ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അതിൽ പ്രധാനം കോസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ, a cost unit is a unit of product or service or time in relation to which cost may be ascertained for the purpose of cost control and cost reduction. അപ്പോൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നടത്തുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കോസ്റ്റിന് അസർട്ടൈൻ ചെയ്യുകയാണ്. ആ അസർട്ടൈൻ ചെയ്യുന്ന യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. So a cost unit is a unit of product or service or time in relation which the cost may be ascertained. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ആ സർവീസ് അല്ലെങ്കിൽ ആ ടൈമാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്? സോ എ കോസ്റ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഓർ എ സ്മാളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ഫോർ ദ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്മാളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയാണ്. അവിടെ നമ്മൾ കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും വേണ്ടിയിട്ട് ആ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഒരു സ്മാളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയാണ്. അവിടെ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷന് വേണ്ടി കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ആ ഒരു രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് കോസ്റ്റ് സെന്റർ എന്നാണ്. എന്താണ് ഈ പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്? എ പ്രോഫിറ്റ് സെന്റർ ഈസ് ആൻ ഓർഗനൈസേഷൻ സബ് യൂണിറ്റ് ഓർ എ സ്മാളസ്റ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഫോർ വിച്ച് ദ പ്രോഫിറ്റ് ഈസ് ക്ലിയർലി അസർട്ടൈൻഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സബ് യൂണിറ്റിൽ എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടായി എന്ന് ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് സെന്റർ എന്നാണ്. ടെക്നിക്കല്ല സ്മാളസ്റ്റ് സെഗ്മെന്റ് ആണ്. So profit center is an organizational subunit or a smallest segment of activity for which the profit is clearly ascertained. അപ്പം ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്മാളസ്റ്റ് സെഗ്മെന്റിൽ അവിടെ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എത്രയാണ് പ്രോഫിറ്റ് എന്ന് ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്യുന്ന ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേര് പ്രോഫിറ്റ് സെന്റർ എന്നാണ്. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് ചോദിച്ചാൽ, a responsibility center is a unit of function of an organization headed by a manager having direct responsibility for its performance. ഇവിടെയും അതുപോലെ തന്നെ ഇതൊരു ഓർഗനൈസേഷന്റെ ഫംഗ്ഷനാണ്. അവിടെ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പെർഫോമൻസിനകത്തുള്ള ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്നാണ്. സോ ഇറ്റ് ഈസ് a smallest segment of business with reference to which the information will be communicated to pinpoint responsibility. ആ ഒരു സെഗ്മെന്റിനകത്ത് ഒരു മാനേജർ പെർഫോം ചെയ്ത ആ ഡ്യൂട്ടിയിൽ എന്തുമാത്രം ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നതിനെ വിളിക്കുന്ന പേര് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്നാണ്. അപ്പൊ ഇതാണ് കോസ്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. അപ്പൊ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫർഗോൺ ചോയ്സ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി മറ്റൊരു ബെനിഫിറ്റ് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ ആ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നേരത്തെ എനിക്കുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി എന്നുള്ള ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. ആ ബെനിഫിറ്റ് എത്രയാണ് നഷ്ടപ്പെട്ടത് അതിനെ വിളിക്കുന്ന പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. So the opportunity cost is the benefit forgone or sacrificed on rejecting a particular alternative to another competitive alternative choice. പുതിയ ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്
വേണ്ടാന്ന് വെച്ച ആ ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സിന്റെ ബെനിഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ, ആ ഒരു കോഴ്സിനെ വിളിക്കുന്ന പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേര് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി എന്താണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഇത് നോഷണൽ ചാർജസ് ആണ്, ഇമാജിനറി ചാർജസ് ആണ്. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, കോസ്റ്റ് ബുക്കിൽ ഇത് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്നില്ല, ഇതാർക്കും നമ്മൾ കൊടുക്കുന്നതുമില്ല. അങ്ങനെ കൊടുക്കാതെ കോസ്റ്റ് ബുക്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് ക്യാഷ് ഔട്ട്ലേ ഇല്ല. അപ്പൊ ക്യാഷ് ഔട്ട്ലേ ഇല്ലെങ്കിൽ പോലും നമ്മൾ കോസ്റ്റ് ബുക്കിൽ ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോഷണൽ ചാർജസ് അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്നാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം റെന്റ് ഓൺ ഓൺ ബിൽഡിംഗ്, ഇൻട്രസ്റ്റ് ഓൺ ഓൺ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, യഥാർത്ഥത്തിൽ ഇത് രണ്ടും നമുക്ക് കോസ്റ്റ് ആണ്, എക്സ്പെൻസ് ആണ്. ഇത് കോസ്റ്റ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ഔട്ട്ലേ ഇല്ല, ഇത് നമ്മൾ ക്യാഷ് ആയിട്ട് പുറത്ത് കൊടുക്കുന്നില്ല, എക്സ്പെൻസ് ആയിട്ട് ഇത് പേ ഔട്ട് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേര് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അഥവാ നോഷണൽ ചാർജസ് എന്നാണ്. ഇനി മറ്റൊരു കോസ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. എന്താണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്? സോ ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ആവുമെന്ന് അഡ്വാൻസ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്നാണ്. അപ്പൊ അതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഈസ് ഓവർ. ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ കോസ്റ്റിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നാണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ സയന്റിഫിക്കലി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ ദ ഫാക്ടേഴ്സ് അഫക്ടിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ദ കോസ്റ്റ്. ഇവിടെ സയന്റിഫിക്കായിട്ട് കോസ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തതിനു ശേഷം സയന്റിഫിക് ആയിട്ട് നമ്മളെ കോസ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നാണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ സയന്റിഫിക്കലി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ ദ ഫാക്ടേഴ്സ് അഫക്ടിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ദ കോസ്റ്റ്. എല്ലാ ഫാക്ടേഴ്സും അഫക്ട് ചെയ്തതിനു ശേഷം ഒരു പ്രോഡക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന് സയന്റിഫിക് ആയിട്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നാണ്. ഇനി മറ്റൊരു കോസ്റ്റ് കൺവേർഷൻ കോസ്റ്റ് ആണ്. എന്താണ് ഈ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് which is involved in converting the direct material into partly or fully finished product. ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ റോ മെറ്റീരിയലിന് കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേര് കൺവേർഷൻ കോസ്റ്റ് എന്നാണ്. ഇപ്പൊ റോ മെറ്റീരിയലിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കോസ്റ്റ് ആവുമോ അതിനെ വിളിക്കുന്ന പേര് കൺവേർഷൻ കോസ്റ്റ് എന്നാണ്. ഇനി മറ്റൊരു കോസ്റ്റ് നമുക്കറിയാം സങ്ക് കോസ്റ്റ് എന്നാണ്. എന്താണ് ഈ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്? So it is an irrecoverable cost incurred by an enterprise in the past which has no influence in its future decision making. ഇവിടെ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ആ കോസ്റ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കോസ്റ്റേ അല്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച, ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗിന് ഈ കോസ്റ്റ് ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. അങ്ങനെ ഫ്യൂച്ചർ എസ്റ്റിമേഷനിലെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഇറിക്കവറബിൾ കോസ്റ്റിനെ വിളിക്കുന്ന പേര് സങ്ക് കോസ്റ്റ് എന്നാണ്. അപ്പൊ സങ്ക് കോസ്റ്റ് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് എന്താ മാർജിനൽ കോസ്റ്റ് എന്നാണ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഓരോ അഡീഷണൽ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് മാർജിനൽ കോസ്റ്റ് എന്നാണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റിന് യാതൊരുവിധ ചേഞ്ചസും ഇല്ല. അപ്പൊ വേരിയബിൾ കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനെ വിളിക്കുന്ന പേര് മാർജിനൽ കോസ്റ്റ് എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് കോസ്റ്റിനകത്തുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പരീക്ഷ അടുത്തതുകൊണ്ട് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കോസ്റ്റിങ്ങിനകത്ത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്, ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? അതിലൊന്ന് ജോബ് കോസ്റ്റിംഗ് ആണ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ ഒന്നാമത്തെ കേസ് ജോബ് കോസ്റ്റിംഗ് ആണ്.
So job costing is a method of costing applied in those industries where jobs are executed against specific ODs and each job is treated as a cost unit. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെയർ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അഗൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ്. അപ്പോൾ സ്പെസിഫിക് ഓർഡേഴ്സിന് വേണ്ടിയിട്ട് ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേരാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്പെസിഫിക് ഓർഡേഴ്സും അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് യൂണിറ്റിനും വേണ്ടിയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ജോബ് കോസ്റ്റിംഗ് എന്നാണ്. എന്താണ് ഈ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൾസോ എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെയർ ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ ആർ മാനുഫാക്ചേർഡ് ഇൻ ഡെഫിനിറ്റ് ബാച്ചസ് ആണ്. അപ്പോൾ ഓരോ ബാച്ചസ് ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ആ സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര്, അവിടെ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഈ കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് applied in those industries where articles of similar nature are manufactured in definite batches. അപ്പോൾ ഒരു ബാച്ചസ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള നേച്ചറുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഈ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഇതെന്താണ് ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ ലാർജ് സൈസ്ഡ് കോൺട്രാക്ട് വർക്ക്സ് എക്സ്റ്റെൻഡിംഗ് ടു എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ അണ്ടർടേക്കൺ. അപ്പോൾ ഒന്നിലധികം വർഷം എടുക്കുന്ന വലിയ കൺസ്ട്രക്ഷനുള്ള അല്ലെങ്കിൽ വലിയ കോൺട്രാക്ട് വർക്കുകളുള്ള കൺസേൺസിൽ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബ്രിഡ്ജ്, വലിയ വലിയ ബിൽഡിംഗ്, അതുപോലെ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 4-5 വർഷം എടുത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേര് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നാണ്. സോ ദീസ് ആർ ദ കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ ദ ലാർജ് സൈസ്ഡ് കോൺട്രാക്ട് ആൻഡ് ദ വർക്ക് ഈസ് എക്സ്റ്റെൻഡഡ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 3-4 വർഷങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വലിയ വർക്കുകളുള്ള കൺസേൺസിൽ അപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡാണ്. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സോ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ ദ പ്രോഡക്റ്റ് പാസസ് ഫ്രം വൺ ഡിസ്റ്റിങ്ക്ട് പ്രോസസ് ടു അതർ ടിൽ കംപ്ലീഷൻ. അപ്പോൾ ചില പ്രോഡക്റ്റുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ കൺസേൺസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ്. ഉദാഹരണത്തിന് നമുക്ക് കൊപ്രയൊക്കെ ഉണ്ട്. കൊപ്രയൊക്കെ ക്രഷിംഗ് അല്ലെങ്കിൽ ക്രഷിംഗ് പ്രോസസ്സ്, റിഫൈനിങ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ കോട്ടൺ ടെക്സ്റ്റൈലിലൊക്കെ നമുക്കറിയാം ഒന്നിലധികം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലും അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേര് പ്രോസസ് കോസ്റ്റിംഗ് എന്നാണ്. ഇനി സർവീസ് കോസ്റ്റിംഗ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. എന്താണ് ഈ സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ റെൻഡർ സർവീസസ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദോസ് വിച്ച് മാനുഫാക്ചർ ഗുഡ്സ്. ഇവിടെ എന്താ സംഭവം എന്ന് പറയുന്നത്? സർവീസസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കൺസേൺസിലല്ല. ശരിക്കും ഒരു സർവീസസ് റെൻഡർ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് സർവീസ് കോസ്റ്റിംഗ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പവർ സപ്ലൈ കമ്പനീസ്, ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്സ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, മുനിസിപ്പൽ സർവീസസ്, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ സർവീസ് കോസ്റ്റിംഗ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏത് കൺസേണിലാണോ സർവീസസ് റെൻഡർ ചെയ്യുന്നത് അവിടെ പ്രധാനമായി ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേര് സർവീസ് കോസ്റ്റിംഗ് എന്നാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കോസ്റ്റിംഗ് മെത്തേഡുണ്ട്, ഫാം കോസ്റ്റിംഗ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫാം കോസ്റ്റിംഗ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ടു ഫാമിംഗ്. ഇവിടെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, നഴ്സറി, അതുപോലെ തന്നെ റൈസിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഡയറി, പൗൾട്രി ഫാമിംഗ്, അതുപോലെ റിയറിംഗ് ഓഫ് ഷീപ്പ്, സെറികൾച്ചർ. അപ്പം ഇങ്ങനെയുള്ള ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് ഫാം കോസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കോസ്റ്റിംഗിന്റെ പല മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ആയി,
ബാച്ച് കോസ്റ്റിംഗ് ആയി, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, ദെൻ ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ദെൻ ഫാം കോസ്റ്റിംഗ്. ഈ കോസ്റ്റിംഗുകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്നാണ്. ഇതെല്ലാം അതിന്റെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്കൽ കോസ്റ്റിംഗിനകത്ത് നമുക്കുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, ഡയറക്ട് കോസ്റ്റിംഗ് ഉണ്ട്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേര് ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് എന്നാണ്. ഇവിടെ നമുക്കറിയാം എന്താ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് വെയർ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു ഓപ്പറേഷൻസ്, പ്രോസസ് ഓർ പ്രോഡക്ട്സ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിലോ പ്രോഡക്ട്സിലോ വേരിയബിൾ കോസ്റ്റ് ചാർജ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ്, ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് ആണ് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ ഓഫ് വേരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആൻഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ഓപ്പറേഷൻസ് ഫോർ ദ പർപ്പസ് ഓർ പ്രോഡക്റ്റ് ആൻഡ് റൈറ്റിംഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അഗൻസ്റ്റ് പ്രോഫിറ്റ് ഇൻ എ പീരിയഡ് വിച്ച് ദി അറൈസ്. അപ്പൊ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ആ പ്രോഡക്റ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേര് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാണ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സോ ഇത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഡിഫറൻസ് എന്താണ്, അതിന്റെ വേരിയൻസ് എന്താണെന്ന് അനലൈസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കിനെ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം കോസ്റ്റ് ആവുമെന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്തു. എന്നിട്ട് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലൊരു വേരിയേഷൻ വന്നു. അപ്പോൾ ആ വേരിയൻസ് അനാലിസിസ് നടത്തുന്ന കോസ്റ്റിംഗ് ടെക്നിക്കിനെ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നാണ്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്നാണ്. സോ ഇറ്റ് ഈസ് ആൻ അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. കോസ്റ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ ആ കോസ്റ്റ് എത്രയാണെന്ന് അസർടൈൻ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്നാണ്. അപ്പൊ ഇവിടെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗും അതുപോലെ തന്നെ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗും മനസ്സിലായി. ഇതൊക്കെ നമ്മൾ പെരിഫറിക്കലായിട്ടൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, കാരണം അതിന്റെ ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് കടക്കേണ്ടത് എന്താണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പൊ ഈ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് കോസ്റ്റുമുണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റുമുണ്ട്. അങ്ങനെ ഓരോ കോസ്റ്റും ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും എന്താണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എലമെന്റ് ഓഫ് കോസ്റ്റ് അറിയണം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കുള്ള എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, പിന്നെ ഓവർഹെഡ് ഉണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയലും ലേബറും ഓവർഹെഡും എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഡയറക്റ്റ് കോസ്റ്റുമുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റുമുണ്ട്. അപ്പൊ ഈ ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഡയറക്റ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ആൻഡ് ഈസിലി ട്രേസ്ഡ് ഓർ ഐഡന്റിഫൈഡ് വിത്ത് എ ജോബ് ഓർ എ പ്രോഡക്റ്റ് ഓർ എ കോസ്റ്റ് സെന്റർ ഓർ എ കോസ്റ്റ് യൂണിറ്റ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക് എത്രമാത്രം കോസ്റ്റായി എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഈസിലി ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ആ കോസ്റ്റിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ്. അപ്പൊ കോസ്റ്റിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ്. അപ്പൊ ഈ ഡയറക്റ്റ് കോസ്റ്റിൽ എന്താണ് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ലേബർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലേബറിനെ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് ലേബർ എന്നും. അത് കഴിഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസിനെ വളരെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു പ്രോഡക്റ്റിൽ എത്രമാത്രം എൻഗേജഡ് ആയിട്ടുണ്ടെന്ന്. അതുപോലെ ലേബർ കോസ്റ്റ് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ എക്സ്പെൻസ് എത്രയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റാത്ത കോസ്റ്റുകളാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ട്രേസ് ഔട്ട് ചെയ്യാനോ പറ്റാത്ത കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്.
അതിൽ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ഇൻ എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനകത്ത് എത്രമാത്രം മെറ്റീരിയലായി എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഒരു സ്പെസിഫിക് ജോബ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനകത്ത് കറക്റ്റായിട്ട് എത്ര ലേബർ നമുക്കായി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് ലേബർ. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൽ എന്തുമാത്രം എക്സ്പെൻസ് ആയി എന്ന് ക്ലിയർ ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ്. അപ്പോൾ അതാണ് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഈ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ നേച്ചർ അനുസരിച്ച്, വേരിയബിലിറ്റി അനുസരിച്ച് കോസ്റ്റിനെ നമ്മൾ വളരെ പ്രധാനമായും 3 ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ എന്താ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി വന്നാലും ശരി തന്നെ ഈ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഏത് റേഞ്ച് ഓഫ് ആക്ടിവിറ്റി വന്നാലും, ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി വന്നാലും കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈ ഫിക്സഡ് കോസ്റ്റ് എന്നാണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഉദാഹരണത്തിന് റെന്റ് ഓഫ് ബിസിനസ് പ്രമിസസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, വെഹിക്കിൾ ടാക്സ്, സാലറി ഓഫ് എക്സിക്യൂട്ടീവ്, ഇതൊക്കെ പറയും നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ് ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്? സോ വേരിയബിൾ കോസ്റ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് വിച്ച് ടെൻസ് ടു വേരി ഡയറക്ട്ലി വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച്, ഔട്ട്പുട്ടിന്റെ വോളിയം കൂടുന്നതനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. അപ്പൊ എത്ര യൂണിറ്റാണ് നമ്മൾ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് കോസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യും, പക്ഷേ കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേര് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. ഈ മൂന്നാമത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. എന്താണ് ഈ സെമി വേരിയബിൾ കോസ്റ്റ്? ദ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പാർട്ട്ലി ഫിക്സഡ് ആണ്, പാർട്ട്ലി വേരിയബിൾ ആണ്. ഒരു പരിധിവരെ ഇത് ഫിക്സഡ് ആണ്, അത് കഴിഞ്ഞാൽ ഇതെന്താവും? വേരിയബിൾ ആവും. അങ്ങനെയുള്ള എക്സ്പെൻസിനെ വിളിക്കുന്ന പേര് സെമി വേരിയബിൾ എക്സ്പെൻസ് എന്നാണ്. ഉദാഹരണത്തിന് സൂപ്പർവൈസേഴ്സ് സാലറി ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ചാർജസ്. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സെമി വേരിയബിൾ കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഇനി ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എലമെന്റ് കോസ്റ്റ് ഉണ്ട്. അപ്പൊ എലമെന്റ് കോസ്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എലമെന്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അല്പം മുമ്പ് നമ്മളത് വളരെ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും ബേസിക് ആയിട്ടുള്ള കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. നമുക്കവിടെ തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ചില കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെ അടുത്തൊരു ടൈം നമുക്ക് ഒരു ഓർഡറിൽ പഠിക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് ശരിക്കും നമ്മളൊരു പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്ത് മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഇവിടെ ഇൻവെന്ററി അഥവാ സ്റ്റോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ്. EOQ അഥവാ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി is that quantity of material to be purchased at a time in LOTA so that the cost per unit of material supplied to production will be the lowest. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്ന, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയലാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടത് ഒരു സമയം. ഒരു ലോട്ടായിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വാങ്ങിച്ചാലാണ് നമുക്ക് കോസ്റ്റ് മാക്സിമം ലോവസ്റ്റ് ആയി വരുന്നത്, ആ ക്വാണ്ടിറ്റി വിളിക്കുന്ന പേര് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്നാണ്. അപ്പൊ ഇത് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേര് എക്കണോമിക് ലോട്ട് ക്വാണ്ടിറ്റി അഥവാ ഓപ്റ്റിമം ക്വാണ്ടിറ്റി, ദെൻ ഐഡിയൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഓർഡറിംഗ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ റീ ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്.
അപ്പോൾ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമയം നമ്മൾ എത്ര യൂണിറ്റ് വാങ്ങിച്ചാലാണ് അതിന്റെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റൊക്കെ ഏറ്റവും ലോവസ്റ്റ് ആവുന്നത്. നമുക്ക് ഓപ്റ്റിമം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുന്ന ലോട്ടിനെ വിളിക്കുന്ന പേര് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ്. അങ്ങനെ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. EOQ ഈസ് ഈക്വൽ ടു √2AO ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 2AO ഡിവൈഡഡ് ബൈ C എന്നാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ A എന്ന് പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ. ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് കൺസംഷൻ എത്രയാണോ അതിനെ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിന്റെ ക്യാരിയിങ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് കിട്ടും? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ √2AO ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്ന ഫോർമുലയാണ്. അതിനകത്ത് A എന്ന് പറയുന്നത് ആവറേജ് കൺസംഷൻ ആണ്. O എന്ന് പറയുന്ന ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണോ അതിനെ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് വിളിക്കും. അത് ആ ഇൻവെന്ററി നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റോറേജിന്റെ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. അപ്പം AO ഡിവൈഡ് ബൈ C എന്ന് പറയുന്നത് 2 ഇൻറ്റു ആവറേജ് കൺസംഷൻ ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കിട്ടുന്നതാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. ഒരു സമയം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ലാഭകരമായി വാങ്ങാമെന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കൺസേണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ മെറ്റീരിയൽ സ്റ്റോറിൽ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അപ്പൊ മെറ്റീരിയൽ സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന ആ ലെവൽസ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട 5 ലെവലുകളാണ് ഉള്ളത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഈ 5 ലെവൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്ന മിനിമം സ്റ്റോക്ക് ലെവൽ അഥവാ സേഫ്റ്റി സ്റ്റോക്ക് എന്നാണ്. അപ്പൊ എന്താണ് ഈ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് ചോദിച്ചാൽ, മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് അറ്റ് സ്റ്റോർ അറ്റ് എനി ടൈം. നമുക്കറിയാം മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ വെറും മിനിമമാണ്. അതതിന്റെ കട്ട് ഓഫ് പോയിന്റിൽ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ അൺഇന്ററപ്റ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മിനിമം മെറ്റീരിയൽ എപ്പോഴും നമ്മൾ അവിടെ സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ ഒരു സ്റ്റോറിൽ മിനിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട എല്ലാ സമയവും മിനിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലെവൽ ഓഫ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഈ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്റ്റോർ അറ്റ് ഓൾ ടൈം. എല്ലാ സമയവും നമ്മൾ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കേണ്ട മിനിമം ലെവൽ ഓഫ് മെറ്റീരിയലാണ് മിനിമം സ്റ്റോക്ക് ലെവൽ അഥവാ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. സോ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദാറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് എബോവ് വിച്ച് ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഷുഡ് നെവർ ബി അലൗഡ് ടു എക്സീഡ്. നമുക്കൊരു സ്റ്റോറിൽ മെറ്റീരിയൽ സൂക്ഷിക്കാവുന്നതിന്റെ മാക്സിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മാക്സിമം ലെവലാണ്. ഇനി ഒരു യൂണിറ്റ് പോലും ഇതിൽ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയെ വിളിക്കുന്ന പേര് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നാണ്. സോ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദാറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് എബോവ് വിച്ച് ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഷുഡ് നെവർ ബി അലൗഡ് ടു എക്സീഡ്. നമ്മളെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിനകത്ത് ഇനി ഒരു യൂണിറ്റ് പോലും എക്സീഡ് ചെയ്യാൻ പറ്റാത്ത മാക്സിമം കീപ്പ് ചെയ്യുന്ന ലെവലിനെ വിളിക്കുന്ന പേര് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നാണ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്ന റീഓർഡർ സ്റ്റോക്ക് ലെവലാണ്. അപ്പൊ എന്താണ് ഈ റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ലെവൽ അറ്റ് വിച്ച് ദ സോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ ആൻഡ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസസ് ഓർഡർ ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്റ്റോക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് റിക്വസിഷൻ ഇഷ്യൂ ചെയ്യുകയും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫ്രഷ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓർഡറുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന ലെവലിനെ വിളിക്കുന്ന പേര് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്നാണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ റീപ്ലനിഷ് ചെയ്യേണ്ട ശേഖരിക്കേണ്ട സമയമായി. അപ്പോൾ ആ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്ന ലെവൽ നമ്മൾ വിളിക്കുന്ന പേര് റീഓർഡർ ലെവൽ എന്നാണ്. ഇനി നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. സോ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെവൽ ബിറ്റ്വീൻ ദ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. മിനിമം ലെവലിന്റെയും മാക്സിമം ലെവലിന്റെയും മിഡിൽ ഉള്ള ലെവലിനെ വിളിക്കുന്ന പേര് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നാണ്. അപ്പൊ അതാണ് ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ലെവൽ വിച്ച് ഈസ് ബിറ്റ്വീൻ ദ മാക്സിമം ലെവൽ ആൻഡ് മിനിമം ലെവലാണ്. ദ ആവറേജ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം ലെവലിനെ വിളിക്കുന്ന പേര് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നാണ്. ഇനി അഞ്ചാമത്തെ ലെവലിനെ ഡേഞ്ചർ ലെവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിമം ലെവലിനേക്കാൾ താഴെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ പ്രൊഡക്ഷനെ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? മെറ്റീരിയൽ റീപ്ലനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ലെവലിനെ വിളിക്കുന്ന പേര് ഡേഞ്ചർ ലെവൽ എന്നാണ്.
So danger stock level is the level set below the minimum stock level to which the storage department is cautious in issuing material. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. കാരണം ഇത് മിനിമം ലെവലിനേക്കാൾ താഴെ ലെവലിലേക്ക് പോയിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന ഡേഞ്ചർ ലെവൽ എന്നാണ്. ഇനി നമ്മൾ മെറ്റീരിയൽ സ്റ്റോറിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഈ മെറ്റീരിയലിനെ നമ്മളൊന്ന് അനാലിസിസ് നടത്തും. എന്താണ് പ്രൊഡക്ഷന് മെറ്റീരിയലിന്റെ ഉപയോഗത്തിന്റെ ക്രമമനുസരിച്ച് ഇമ്പോർട്ടൻസ് അനുസരിച്ച് മെറ്റീരിയലിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒന്ന് അനാലിസിസ് നടത്തും. അങ്ങനെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്? ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക്സ്, അതാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയലിനെ നമ്മൾ A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താണ് A കാറ്റഗറി എന്ന് പറയുന്നത്? മെറ്റീരിയൽ വിച്ച് ആർ വെരി കോസ്റ്റ്ലി ബട്ട് ഫോം ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഇൻവെന്ററി വോളിയം ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ A കാറ്റഗറി. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്, പക്ഷേ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് പാർട്ട് മാത്രമേ ഇതിന് റോൾ ഉള്ളൂ എങ്കിൽ, മെറ്റീരിയൽ ഉള്ളൂ എങ്കിൽ, പക്ഷെ അതിന് വളരെ വില കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് A കാറ്റഗറി എന്നാണ്. മെറ്റീരിയൽ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ടോട്ടൽ ഇൻവെന്ററി ബട്ട് റിലേറ്റീവ്ലി സ്മോൾ വാല്യൂ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ C കാറ്റഗറി. മെറ്റീരിയൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മേജർ പാർട്ട്, മേജർ പോർഷൻ ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കും, പക്ഷേ റിലേറ്റീവ്ലി അതിന്റെ വാല്യൂ വളരെ കുറവാണ് എങ്കിൽ അതിനെ C കാറ്റഗറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ A കാറ്റഗറിയായി, C കാറ്റഗറിയായി. ഇനി ഐറ്റം ഓഫ് മെറ്റീരിയൽ ഹൂസ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ആർ മോർ ഓർ ലെസ് സെയിം ആർ ബോട്ട് അണ്ടർ ദ കാറ്റഗറി B കാറ്റഗറിയാണ്. അപ്പൊ B കാറ്റഗറി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ വാല്യൂവും അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിറ്റിയും ഏകദേശം ഈക്വൽ ആവുന്ന ലെവല്, അങ്ങനെയുള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് B കാറ്റഗറി എന്നാണ്. അങ്ങനെ മെറ്റീരിയൽ Aയും Bയും Cയും ഉണ്ട്. മെറ്റീരിയൽ ഒരു വളരെ കുറച്ച് ഭാഗം മാത്രം ഉപയോഗിക്കുകയും എന്നാൽ ഹൈ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ A കാറ്റഗറി എന്നും, എന്നാൽ മെറ്റീരിയൽ ഒരുപാട് ഉപയോഗിക്കുന്നു പക്ഷേ അതിന്റെ വാല്യൂ വളരെ ചീപ്പാണെങ്കിൽ അതിന്റെ C കാറ്റഗറി എന്നും, എന്നാൽ അതിന്റെ ക്വാണ്ടിറ്റിയും വാല്യൂയും ഏകദേശം തുല്യമാകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് B കാറ്റഗറി ഓഫ് മെറ്റീരിയൽ എന്നുമാണ്. അതോടൊപ്പം തന്നെ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യുന്ന അനാലിസിസ് നടന്ന മറ്റൊരു സംഭവമാണ് VD അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് VD അനാലിസിസ് എന്ന് ചോദിച്ചാൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ഐറ്റംസ് ആണ്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ഐറ്റം എന്നാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ വൈറ്റൽ സ്പെയർ പാർട്സ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൈറ്റൽ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ, സോ വൈറ്റൽ സ്പെയർ പാർട്സ് ദോസ് ഐറ്റംസ് ഓഫ് പാർട്സ് ഹൂസ് നോൺ അവൈലബിലിറ്റി മേ ലീഡ് ടു സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് സ്പെയർ പാർട്സിലൊക്കെയാണ് ഇത് വളരെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് മെറ്റീരിയലാണോ നമുക്ക് അവൈലബിൾ അല്ലാത്തത്, ആ അവൈലബിലിറ്റി കൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുന്ന മെറ്റീരിയൽ നമ്മൾ വിളിക്കുന്ന പേര് വൈറ്റൽ എന്നും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മേ നോട്ട് ബി ഇന്ററപ്റ്റഡ് ഡ്യൂ ടു ദ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ സം അവേഴ്സ്. കുറച്ച് നേരത്തേക്ക്, കുറച്ച് സമയത്തേക്ക് നമ്മൾ മെറ്റീരിയലിന്റെ നോൺ അവൈലബിലിറ്റി, പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആവുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എസെൻഷ്യൽ സ്പേസ് എന്നാണ്. എന്നാൽ ഇവിടെ ഡിസൈറബിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ സ്പേസ് വിച്ച് ആർ നീഡഡ് ബട്ട് ദെയർ ആബ്സെൻസ് ഫോർ സർട്ടൻ ഡേയ്സ് മേ നോട്ട് ലീഡ് സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ. ആ മെറ്റീരിയൽ നമുക്ക് വേണം, അല്ലെങ്കിൽ ആ സ്പെയർ പാർട്സ് നമുക്ക് വേണം, പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറെ നേരത്തേക്ക് കിട്ടിയില്ല എങ്കിൽ, കുറെ നാൾ കിട്ടിയില്ലെങ്കിൽ പോലും പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആവാത്ത കേസിനെ വിളിക്കുന്ന പേര് ഡിസൈറബിൾ എന്നാണ്. അപ്പൊ വെരി എസെൻഷ്യൽ ഡിസൈറബിൾ ഐറ്റം എന്ന് പറയുമ്പം ഏതെങ്കിലും സ്പെയർ പാർട്സ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ നോൺ അവൈലബിലിറ്റി കൊണ്ട് പ്രൊഡക്ഷൻ നിന്ന് പോയാൽ വൈറ്റല്, എന്നാൽ കുറച്ച് സമയത്തേക്ക് മാത്രം ആ മെറ്റീരിയലിന്റെ നോൺ അവൈലബിലിറ്റി പ്രൊഡക്ഷനെ ബാധിക്കില്ല എങ്കിൽ എസെൻഷ്യല്, എന്നാൽ കുറച്ച് നാളത്തേക്ക്, കൂടുതൽ കാലത്തേക്ക് ഇതിന്റെ നോൺ അവൈലബിലിറ്റി പ്രൊഡക്ഷന് ബേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡിസൈറബിൾ ഐറ്റംസ് എന്നാണ്. അപ്പൊ ഇതാണ് നമുക്ക് ശരിക്കും VD അനാലിസിസും ABC അനാലിസിസും എന്ന് പറയുന്നത്. ഇനി FSN അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഫാസ്റ്റ് മൂവിംഗ് ആണ്, അല്ലെ? ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ് എന്ന് പറയുന്ന മെറ്റീരിയൽസ്, അതാണ് FSN എന്ന് പറയുന്നത്. ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ് അനാലിസിസ് എന്ന് പറയും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില മെറ്റീരിയലിന്റെ സ്റ്റോറിലേക്ക് വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിംഗ് മെറ്റീരിയലുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് വിച്ച് ആർ നോട്ട് ഫ്രീക്വന്റ്ലി റിക്വയർഡ് ഫോർ കൺസംഷൻ ഓഫ് ദെയർ സ്റ്റോക്ക്. ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് റീപ്ലെനിഷ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ സെന്ററിലേക്ക് ഇത് മൂവ് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളതിനെ സ്ലോ മൂവിംഗ് എന്നും,
എന്നാൽ ഈ സ്റ്റോക്ക് ചില മെറ്റീരിയൽസ് നമുക്ക് നമുക്ക് ആവശ്യമേ ഇല്ല. അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ മാത്രമേ ആവശ്യമായിട്ട് വരൂ. ഇതൊരിക്കലും സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേര് നോൺ മൂവിങ് ഐറ്റംസ് എന്നാണ്. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോറിൽ നിന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു പ്രൊഡക്ഷൻ സെന്ററിലേക്ക് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ്. വളരെ നോട്ട് ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്ലോ മൂവിങ് ഐറ്റംസ്. എന്നാൽ ഇത് സ്റ്റോക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുന്നു, നമുക്ക് ഒരു കാരണവശാലും അത് കറണ്ടായിട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോൺ മൂവിങ് മെറ്റീരിയൽസ് എന്നാണ്. അങ്ങനെ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് എന്ന് പറയുന്നതാണ് FSN അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരെണ്ണമാണ് JIT അഥവാ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്? സോ ജസ്റ്റ് ഇൻ ടൈം ഈസ് എ മോഡേൺ ടെക്നിക് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ദാറ്റ് എയിംസ് അറ്റ് മിനിമൈസിംഗ് ദ സ്റ്റോക്ക് ഓഫ് റാ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന റാ മെറ്റീരിയലിന്റെ ലെവല് എന്ന് പറയുന്നത് നമ്മൾ മിനിമൈസ് ചെയ്യുകയാണ്. ഇവിടെ മിനിമൈസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണോ ഇത് നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ ആവശ്യമായി വരുന്നത് ആ സമയത്ത് തന്നെ ഇത് നമുക്ക് വാങ്ങാൻ പറ്റും, ഇത് റീപ്ലനിഷ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് ഈസ് ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഓർ ഗുഡ്സ് ഓൺലി വെൻ ദേ ആർ നീഡഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ അപ്പോൾ വാങ്ങിയാൽ മതി എന്നുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേര് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട അതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മെറ്റീരിയൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റോഴ്സ് റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോഴ്സ് റെക്കോർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണമാണ്, ബിൻ കാർഡും അതുപോലെ തന്നെ സ്റ്റോഴ്സ് ലെഡ്ജറുമാണ്. അപ്പോൾ എന്താണ് ബിൻ കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു പേര് ബിൻ ടാഗ് അഥവാ സ്റ്റോക്ക് കാർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ബിൻ കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ബിൻ കാർഡ് ഈസ് എ കാർഡ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ ഇൻ ദ സ്റ്റോർ ഷോയിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ദ ബിൻ. അപ്പോൾ ഇവിടെ ബിൻ കാർഡ് എന്ന് പറയുന്നത് സ്റ്റോറിൽ സൂക്ഷിക്കുന്ന കാരണമാണ്, സ്റ്റോർ കീപ്പറിന്റെ കസ്റ്റഡിയിലാണ്. ഇതെന്താ ചെയ്യുന്നത്? ഒരു സ്റ്റോറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ്. ഷോയിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ദ ബിൻ. അതിനകത്ത് എന്താ കാണിക്കുന്നത്? മെറ്റീരിയൽ റിസീവ് ചെയ്തതിന്റെ, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതിന്റെ, ബാലൻസ് ചെയ്തതിന്റെ ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ് ഈ ബിൻ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കെപ്റ്റ് ബൈ ദ സ്റ്റോർ കീപ്പർ. ഇത് സ്റ്റോർ കീപ്പറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് ദ സ്റ്റോഴ്സ് റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷോയിങ് ദ ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് ഇൻ സ്റ്റോക്ക്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് റെക്കോർഡാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്, വാല്യൂ ഉണ്ട്. അങ്ങനെ മെറ്റീരിയൽ എത്ര റിസീവ് ചെയ്തു, ഇഷ്യൂ ചെയ്തു, ബാലൻസ് ചെയ്തു. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രൈസും ക്വാണ്ടിറ്റിയും എല്ലാം കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് ബിൻ കാർഡ് ഈസ് കെപ്റ്റ് ബൈ സ്റ്റോർ കീപ്പർ, ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് കെപ്റ്റ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് വളരെ പ്രധാനപ്പെട്ട സ്റ്റോഴ്സ് ലെഡ്ജറും അതുപോലെ തന്നെ ബിൻ കാർഡും എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനമായും അറിയേണ്ടത് മെറ്റീരിയൽ ലോസസ് ആണ്. അപ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ ലോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് കൺസേണിൽ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മെറ്റീരിയൽ ചില പാർട്ട് അല്ലെങ്കിൽ കുറച്ച് മെറ്റീരിയൽ ചിലപ്പം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയെ നമ്മൾ വിളിക്കുന്ന പേര് മെറ്റീരിയൽ ലോസസ് എന്നാണ്. ആ മെറ്റീരിയൽ ലോസസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നോർമൽ ലോസും മറ്റൊന്ന് അബ്നോർമൽ ലോസുമാണ്. അപ്പം എന്താണ് ഈ നോർമൽ ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ ലോസ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ലോസ് വിച്ച് ഒക്കേസ് ഡ്യൂ ടു ദ ഇൻഹറന്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് അണ്ടർ നോർമൽ കണ്ടീഷൻ. നമ്മൾ എത്ര തന്നെ പ്രിക്കോഷൻസ് എടുത്താലും ശരി, നമുക്ക് ഈ ലോസിനെ തടയാനേ പറ്റത്തില്ല. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നോർമൽ കണ്ടീഷനിൽ, നാച്ചുറൽ കണ്ടീഷനിൽ മെറ്റീരിയലിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ നമുക്ക് എത്ര തന്നെ പ്രിക്കോഷൻസ് എടുത്താലും ശരി തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോർമൽ ലോസ് എന്നാണ്. ഉദാഹരണത്തിന് നമുക്കറിയാലോ, നോർമൽ ലോസ് എന്ന് പറയുന്നത് പിൽഫറേജ് ഉണ്ട്, അതുപോലെ തന്നെ ശരിക്കും ഇവാപ്പറേഷൻ ഉണ്ട്, ശ്രിങ്കേജ് ഉണ്ട്. ഇതൊക്കെ നോർമൽ ലോസ് ആണ്. മാത്രമല്ല ഇത് നോർമൽ വേസ്റ്റേജ് ചിലപ്പോൾ നോർമൽ സ്ക്രാപ്പ് ആവാം, നോർമൽ സ്പോയിലേജ് ആവാം, നോർമൽ ഡിഫക്റ്റീവ് ആവാം. ഇതെല്ലാം ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ എന്താണ് അബ്നോർമൽ ലോസ് എന്ന് ചോദിച്ചാൽ, അവോയ്ഡബിൾ ഓർ ആക്സിഡന്റൽ ലോസ് ആണ്, വിച്ച് ഒക്കേസ് ഡ്യൂ ടു ദ അബ്നോർമൽ റീസൺസ്. അബ്നോർമൽ റീസൺസ് കൊണ്ട് ഉണ്ടാകുന്ന മെറ്റീരിയൽ ലോസിന് വിളിക്കുന്ന പേരാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കെയർലെസ്നെസ് ഓഫ് വർക്കേഴ്സ്, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ നെഗ്ലിജൻസ് കൊണ്ട്, അല്ലെങ്കിൽ അൺപ്ലാൻഡ് ഓപ്പറേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ടൊക്കെ നമുക്ക് മെറ്റീരിയൽ ലോസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊന്ന് പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ തടയിടാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അബ്നോർമൽ ലോസ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ലോസസ് ആണ്. മെറ്റീരിയൽ ലോസസിന്റെ ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് വേസ്റ്റേജും മറ്റൊന്ന് പ്രധാനമായും സ്ക്രാപ്പാണ്. അപ്പോൾ എന്താണ് വേസ്റ്റേജ് എന്ന് ചോദിച്ചാൽ, വേസ്റ്റേജ് ഈസ് എ ലോസ് വിച്ച് ഈസ് ഇൻവിസിബിൾ ഓർ വിച്ച് കനോട്ട് ബി കളക്റ്റഡ് ഓർ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി സെയിലബിൾ വാല്യൂ. ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ വരുന്ന പ്രോഡക്റ്റിന് നമ്മൾ ഒരിക്കലും അത് കാണാൻ പറ്റുന്ന ഇൻവിസിബിൾ ആണ്. ഇതിനെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് നമുക്ക് സെയിലബിൾ വാല്യൂ ഉള്ളതും അല്ല. അപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇവാപറേഷൻ നടക്കുന്നു, ശ്രിങ്കേജ് നടക്കുന്നു, അല്ലെങ്കിൽ കൺവേർഷൻ ടു ഗ്യാസസ് ഓർ സ്മോക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് എത്ര തന്നെ പ്രിക്കോഷൻ എടുത്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇൻവിസിബിൾ ആണ്, ഇത് അൺകൺട്രോളബിൾ ആണ്, ഇതിന് സെയിലബിൾ വാല്യൂ ഇല്ലാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ലോസിനെ വിളിക്കുന്ന പേര് വേസ്റ്റേജ് എന്നാണ്. That means a part of the basic raw material which is lost in processing and does not have any recoverable value. പ്രൊഡക്ഷൻ സമയത്ത് നമുക്ക് കുറച്ച് മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോവുകയാണ്, പക്ഷേ ഇതിന് റിക്കവറബിൾ വാല്യൂ ഇല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്ക്രാപ്പ് എന്ന് ചോദിച്ചാൽ, സോ സ്ക്രാപ്പ് ഈസ് ആൻ ഇൻസിഡന്റൽ റെസിഡ്യൂൽ ഓഫ് സ്മാൾ വാല്യൂ വിച്ച് അറൈസസ് ഫ്രം സർട്ടൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. ഇവിടെ മാനുഫാക്ചർ നടക്കുന്ന സമയത്ത് അതിൽ എറൈസ് ചെയ്യുന്ന ചില വേസ്റ്റേജ് അല്ലെങ്കിൽ സ്ക്രാപ്പാണ്. പക്ഷെ അതിന് ഇൻസിഡന്റൽ ഓർ സ്മാൾ വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവസാനം നമ്മൾ വിറ്റാൽ ചെറിയൊരു എമൗണ്ട് കിട്ടുന്ന ഒരു വേസ്റ്റേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് ചെറിയ വാല്യൂ ഉള്ള വേസ്റ്റേജിനെ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് എന്നാണ്. സോ സ്ക്രാപ്പ് വാല്യൂ കനോട്ട് ബി റിക്കവർഡ് വിത്തൗട്ട് എനി ഫർദർ പ്രോസസ്സിംഗ്. അവിടെ ഒരു ഫർദർ പ്രോസസ്സിംഗ് ഒന്നും അതിനകത്ത് നടക്കത്തില്ല. നമുക്ക് ആ സ്ക്രാപ്പ് എത്രയാണോ അതിന് ആ രീതിയിൽ തന്നെ വിറ്റാൽ ചെറിയൊരു സെയിലബിൾ വാല്യൂ കിട്ടുന്ന ആ വേസ്റ്റേജ് നമ്മൾ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് എന്നാണ്. എന്താണ് സ്പോയിലേജ് എന്ന് പറയുന്നത്? സോ സ്പോയിലേജ് റെഫേഴ്സ് ടു that portion of raw material which has been spoiled or destroyed in the manufacturing process. മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്ത് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ സ്പോയിലേജ് വരുന്ന സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഈ സ്പോയിലേജ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീയൂസ് ചെയ്യാം. നമുക്ക് ഇതിനെ എഗെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സെക്കൻഡ്സ് ആയിട്ട് ഇതിനെ വിൽക്കുകയും ചെയ്യാം. അങ്ങനെ മാനുഫാക്ചറിങ് കൺസേണിൽ റോ മെറ്റീരിയൽ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ സ്പോയിൽ ചെയ്ത് പോകുന്നതിനെ വിളിക്കുന്ന പേര് സ്പോയിലേജ് എന്നാണ്. ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇതിനെ സെക്കൻഡ്സ് ആയിട്ട് വിൽക്കാൻ കഴിയുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് സ്പോയിലേജ് എന്നാണ്. ഇനി ഡിഫക്റ്റീവ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഡിഫക്റ്റീവ് ആർ ദോസ് യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിച്ച് ആർ ഇംപെർഫെക്റ്റ് ആൻഡ് നോട്ട് അപ് ടു ദി സ്റ്റാൻഡേർഡ്. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ചില പ്രോഡക്റ്റുകൾക്ക് എന്ത് കിട്ടത്തില്ല, പെർഫെക്ഷൻ കിട്ടത്തില്ല, ഇംപെർഫെക്റ്റ് ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡിഫക്റ്റീവ് എന്നാണ്. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വേസ്റ്റേജ് ഉണ്ടാവാം, സ്ക്രാപ്പ് ഉണ്ടാവാം, സ്പോയിലേജ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ഉണ്ടാവാം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ലോസ്, മെറ്റീരിയൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് പ്രൈസിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ആണ്. ഒരു സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ സെന്ററിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയെന്നാണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അഥവാ ഫിഫോ മെത്തേഡ് എന്നാണ്. മെറ്റീരിയൽ പല സമയങ്ങളിലായിട്ട് പല പ്രൈസിലാണ് മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ സെന്ററിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓർഡറിലാണോ അതാണ് നമുക്കിവിടെ പ്രൈസിംഗ് ആൻഡ് ഇഷ്യൂ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റിൽ റിസീവ് ചെയ്തതാണ്. ഫസ്റ്റിൽ റിസീവ് ചെയ്ത മെറ്റീരിയൽസ് ഫസ്റ്റിൽ തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. സോ ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർ. സ്റ്റോറിലേക്ക് റിസീവ് ചെയ്യുന്ന ഏത് ഓർഡറിലാണോ ആ ഓർഡറിൽ നമ്മൾ ഫസ്റ്റിൽ റിസീവ് ചെയ്യുന്നത് ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. എന്നാൽ രണ്ടാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്, ലിഫോ മെത്തേഡ് എന്നാണ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ മെറ്റീരിയൽ റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അവസാനം നമ്മൾ റിസീവ് ചെയ്തത് ആദ്യം ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡുണ്ട്, ഹിഫോ മെത്തേഡ്, ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡ്.
എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഹിഫോ മെത്തേഡ് എന്നാണ്. അങ്ങനെ പ്രൈസിംഗ് ആൻഡ് ഇഷ്യൂ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ 3 രീതിയിലാണ്: ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് ആൻഡ് ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്ന 3 മെത്തേഡുകളാണ്. ഇപ്പൊ നമുക്ക് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് ലേബർ കോസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ലേബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ലേബർ. സോ ദ ഹ്യൂമൻ എഫർട്ട് റിക്വയർഡ് ടു പെർഫോം ആൻ ആക്ടിവിറ്റി ഓർ ജോബ് ഓർ എ പ്രൊഡ്യൂസ് ഓർ എ പ്രോഡക്റ്റ് ടു റെൻഡർ സർവീസസ് ഈസ് ടൈംഡ് ആസ് ലേബർ. നമ്മൾ ഹ്യൂമൻ എഫർട്ടാണ് ഒരു റാ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നതാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലേബർ കോസ്റ്റിന് ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നും ഉണ്ട്. അപ്പോൾ ലേബർ കോസ്റ്റിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് വിളിക്കുന്നത് ഡയറക്റ്റ് ലേബർ എന്നും, അങ്ങനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് ലേബർ എന്നുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡയറക്റ്റ് ലേബർ ആയാലും ശരി തന്നെ, ഇത് കോസ്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമുക്ക് വളരെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ലേബറിന് കൊടുക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേര് വേജസ് എന്നാണ്. അപ്പൊ ഈ വേജസ് അഥവാ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ 2 രീതിയിലെ വേജസ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് ഒരു വർക്കർ ആ ഫാക്ടറിയിൽ ടൈം എത്രയാണ് കൺസ്യൂം ചെയ്യുന്ന ടൈമിന്റെ ബേസിലും കൊടുക്കും. അതുപോലെ തന്നെ അദ്ദേഹം എത്ര ഔട്ട്പുട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ ബേസിലും എന്ത് ചെയ്യും, വേജസ് കൊടുക്കും. സോ ദ റെമ്യൂണറേഷൻ ഗിവൺ ടു ദ വർക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്പുട്ട് ഓർ ടൈം സ്പെൻഡ് ഇൻ എ ഓർഗനൈസേഷൻ. അപ്പൊ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടൈം റേറ്റ് സിസ്റ്റം എന്നും, എന്നാൽ ഔട്ട്പുട്ടിന്റെ ബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പീസ് റേറ്റ് സിസ്റ്റം എന്നുമാണ്. So the time rate system is a system of wage payment under which the workers are paid on the basis of the time spent on a job, irrespective of the volume of output. ഒരു ലേബർ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കാതെ അദ്ദേഹം എത്ര മണിക്കൂറാണ് അല്ലെ എത്ര സമയമാണ് ആ ഒരു ഫാക്ടറിയിൽ അയാൾ വർക്ക് ചെയ്തിരിക്കുന്നത്, ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ബേസിലാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ടൈം റേറ്റ് സിസ്റ്റം എന്നാണ്. അപ്പം വേജസ് അണ്ടർ ദിസ് സിസ്റ്റം ടൈം വർക്ക്ഡ് ഇൻടു റേറ്റ് ഓഫ് വേജസ് ആണ്. ടൈം വർക്ക്ഡ് ഇൻടു റേറ്റ് ഓഫ് വേജസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പീസ് വേജ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീസ് വേജ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നത് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിന്റെ ബേസിലാണ്. അപ്പൊ ഔട്ട്പുട്ടിന്റെ ബേസിലാണ് വേജ് സിസ്റ്റം എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന വേജ് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പീസ് വേജ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ടൈം വേജ് സിസ്റ്റം ഉണ്ട്. അപ്പൊ 2 സിസ്റ്റമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ടൈം വേജ് ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വേജസ് കൊടുക്കുന്ന സമയത്ത് ചില ഇൻസെന്റീവ് പ്ലാൻസ് അഥവാ പ്രീമിയം ബോണസ് സിസ്റ്റം എന്ന് പറയുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി അനുസരിച്ച് ഇവർക്ക് ബോണസ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താ ഈ ബോണസ് എന്ന് പറയുന്നത്? അവർ വർക്ക് ചെയ്തിട്ട് അവർ ടൈം എത്രയാണോ സേവ് ചെയ്യുന്നത് ആ ടൈം സേവ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് അവർക്കൊരു ബോണസ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം ബോണസ് സ്കീംസ് എന്ന് പറയുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട സിസ്റ്റമുണ്ട്. അതിൽ ഹാൾസേ പ്രീമിയം ബോണസ് സിസ്റ്റമുണ്ട്, റോവൻ പ്ലാനുമുണ്ട്. അപ്പൊ ഈ 2 സിസ്റ്റം അല്ല കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചുരുക്കി ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം പറയുന്നത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുക, ഹാൾസേ പ്രീമിയം ബോണസ് സിസ്റ്റത്തിൽ ഒരു വർക്കർ ടൈം എത്രയാണോ സേവ് ചെയ്യുന്നത് അതിന്റെ 50% ടൈം സേവ് ചെയ്തതിന്റെ 50% ബോണസും കൂടെ ചേർത്ത് വേജസ് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഹാൾസേ പ്രീമിയം ബോണസ് സിസ്റ്റം. അപ്പൊ ഹാൾസേ പ്രീമിയം ബോണസ് സിസ്റ്റത്തിൽ ടൈം സേവ് ചെയ്തതിന്റെ 50% ആണ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഓർക്കേണ്ടത് 50% ആണ്. എന്നാൽ റോവൻ പ്ലാനിലാണെങ്കിലോ അവിടെ നമ്മൾ കൊടുക്കുന്നത് ടൈം സേവ് ചെയ്തത് എത്രയാണോ അതിന്റെ ഒരു നിശ്ചിത ശതമാനമാണ് അവിടെ നമ്മൾ വേജസ് ആയിട്ട് കൊടുക്കുന്നത് 30% ആണ്. ഹാൾസേ വേർ പ്ലാനിൽ 30% ആണ്. അതേസമയം റോവൻ പ്ലാനിൽ എന്ന് പറയുന്നത് അവിടെ ടൈം എത്രയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ടൈം സേവ് ചെയ്തതിന് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബോണസ് കൊടുക്കുന്ന സംവിധാനമാണ് റോവൻ പ്ലാന് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേജ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് വന്നിരിക്കുകയാണ്. അത് വളരെ സ്പീഡായിട്ട് നമ്മൾ പെരിഫറിക്കലായിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഈ വീഡിയോ 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.